Hi dears, welcome back to our channel. നരച്ച മുടിയുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് കറുപ്പിക്കാനുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും വരുന്നതല്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നും പറയാറുണ്ട് കേട്ടോ. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഇലയെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ നീര് കൊടുക്കും. പിന്നെ അതൊന്ന് വാട്ടിയെടുത്തിട്ട് തലയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പനിക്കും ജലദോഷത്തിനും പിന്നെ നീരിറക്കത്തിനും ഒക്കെ നല്ലൊരു ഔഷധമാണ്. ഇനി ഇവിടെ വേണ്ടത് ഒരു 2 പിടിയോളം മൈലാഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഹെന്ന പൗഡർ ആയാലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്കയാണ്. അത് നമുക്ക് പൗഡറായിട്ട് അവൈലബിൾ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നെല്ലിക്ക കുരു ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈലാഞ്ചി, പിന്നെ കഞ്ഞിക്കൂർക്കയുടെ ഒരു 5-10 ഇല അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇലകളായ കാരണം അരഞ്ഞു കിട്ടാതെ വരും. അത് ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. കണ്ടില്ലേ, ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമുക്ക് ഒരു 45 മിനിറ്റ് നേരം തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കാൻ പാടുള്ളൂ. പിന്നെ ആഴ്ചയിൽ 3 എന്നുള്ള കണക്കിൽ ഒരു 40 ദിവസം തുടർച്ചയായിട്ട് ഇത് യൂസ് ചെയ്യണം. നരച്ച മുടിയെല്ലാം കറുപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു മിക്സ് വളരെ യൂസ്ഫുൾ ആണ്. പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതിനാൽ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതുമാണ്. ഒരു കോസ്റ്റ്ലി അല്ല. അപ്പോൾ ഈ ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കുകളും അറിയിക്കുക. We will meet in next video. Till then, bye. Thanks for watching.